Namaste friends, welcome to Nalina Pudwal Kanpur YouTube channel. നമ്മൾ കാണുന്നില്ലേ സ്വർണ്ണത്തലശ്വരം, അവിടെ താഴെയാണ് ശരിക്കും ഉള്ള കാശി വിശ്വനാഥ അമ്പലം എന്ന് പറഞ്ഞത്. പ്രത്യേകമായിട്ട് താഴെയാണ് അർച്ചന നടത്തുന്നത്. ഇത് നേരെ താഴെ കണ്ടോ, ഇതാണ് എൻട്രിയാണ്, ലൈനാണ്. ഇത് ഗംഗാമയ്യ. ലോകം മുഴുവനും, ഇന്ത്യ മുഴുവനും, പ്രാചീന ഭാരതത്തിലും ആധുനിക ഭാരതത്തിലും സ്തുതിക്കപ്പെടുന്ന ഒരു പ്രധാന നദിയായിരിക്കും എന്നും ഗംഗാമയ്യ. ഈ ഗംഗാമയ്യയിൽ ഇപ്പോൾ ഒത്തിരി ഹൗസ് ബോട്ടിങ്ങായിട്ട് ഒത്തിരി തിരക്കൊക്കെ ആയിട്ട് ആകെ മല്ലമാക്കിയിരിക്കുകയാണ്. അവർ കുറേ പണി ചെയ്യുന്നുണ്ട് ഇന്നത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്. പക്ഷേ എന്നാലും പോരാ. കാരണം ഇതിൽ നിന്ന് വരുന്ന ഡീസലും കാര്യങ്ങളൊക്കെ വളരെയധികം മലിനപ്പെടുത്തുകയാണ്. പിന്നെ ആൾക്കാർ ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് ഒഴുക്കി കളയുന്നത്. ഇതാണ് ഗംഗാമേടത്തുള്ളതുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങൾ. ഒന്ന് കാശി വിശ്വനാഥ ടെമ്പിളാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള കാലഭൈരവ ടെമ്പിൾ, പിന്നെ അന്നപൂർണേശ്വരിയുടെ നല്ലൊരു കുഞ്ഞമ്പലമാണെങ്കിൽ വളരെയധികം ഐതിഹ്യകരമായ ഒരുപാട് കാരണങ്ങൾ നന്മ പ്രദാനം ചെയ്യുന്ന ഒരു ദേവി ക്ഷേത്രമാണത്. പിന്നെ കൂടാതെ കണ്ട് ഇവിടെ സങ്കടമോചനം എന്ന് പറഞ്ഞ് ഹനുമാൻജിയുടെ അമ്പലമുണ്ട്, പിന്നെ ഗണേശൻ്റെ ഉണ്ട്, അമ്മ ദുർഗാമാതാവിൻ്റെ ഉണ്ട്. അങ്ങനെ ഒത്തിരി അമ്പലങ്ങൾ ഇവിടെയുണ്ട്. സോ സരസ്വതി സപ്പോസ് ടു ബി കമ്മിങ് ഫ്രം ഇൻസൈഡ് because it is drowned out long ago. So they believe the Ganga, Saraswati, Yamuna, 3 നദികളും ഇവിടെ ഒത്തുചേരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഇത്രയേ ഉള്ളൂ. They want to sell and make these people commission, that's why. ഞങ്ങളുടെ സർജയുടെ പേര് ഗവൽ നിഷാദ് എന്നാണ്. പിന്നെ ഈ ഒരു വള്ളം എന്ന് പറയുന്നത് 12 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഒരു ആളുടെ പേരിൽ 100 രൂപ. നമ്മൾ 2 പേരായതുകൊണ്ട് നമുക്ക് 500 രൂപ മതിയെന്ന് ഫിക്സ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ളത് പോയി തിരിച്ച് വേഗം വരാമല്ലോ. 1 മണിക്കൂർ 4 മണിക്കൂർ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുറച്ച് ആൾക്കാർ കൂടി ഇരിക്കുകയാണ്. പൈസയൊക്കെ വരുന്നുണ്ട്. ഒറ്റയ്ക്കും പോകുന്നുണ്ട്, കൂട്ടമായിട്ടും പോകുന്നുണ്ട്. വെള്ളങ്ങളുടെ പണി തന്നെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് നല്ലൊരു നല്ലൊരു ജീവിതമാർഗം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ഒരു പണി തന്നെയാണ്. പിന്നെ ഇവർക്കുള്ളൊരു വ്യായാമമാണ്. ഇതൊക്കെ ഇവർ പഴങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കും, നദിക്ക് കൊടുക്കും. നദിക്ക് എന്തിനാ പഴം? പാവം ബിസിനസ് അത്രയേ ഉള്ളൂ. അടിപൊളിയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ. ഞാനിവിടെ വന്നത് മിനിയാന്ന് അന്ന് എത്തിയത്. ഇന്നലെ രാത്രി ഞാൻ വൈകുന്നേരം എത്തുമ്പോൾ. ആൻഡ് ഇന്ന് നമ്മൾ പോവുകയാണ് നേരെ പ്രയാഗ്രാജിലേക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ സാർനാഥും ബോധഗയയും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പോന്നത് പ്രയാഗ്രാജിലേക്കാണ്. സോ ഒരു നോർത്ത് ഇന്ത്യൻ പര്യടനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ആക്ച്വലി മുൻകൈയിലെടുത്തത് എൻ്റെ മോൻ അനീഷാണ്. എന്നെക്കാളും ആഗ്രഹം അവനെയായിരുന്നു കാണണം. എനിക്കുണ്ടായിരുന്നു കുറേ നാൾ മുമ്പേ തന്നെ. പക്ഷെ അതങ്ങനെ ഞാൻ അത്രയൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ he took the initiative, he bought the tickets, did everything, then I accompanied him. That's really good, worth coming here. I think നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ
കാശ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഇൻ്റർനാഷണൽ ടൂർ വന്ന് ചെയ്താൽ പോരാ, നമ്മുടെ ഇന്ത്യ കാണണം, ഇന്ത്യ അറിയണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് കണ്ടേ പറ്റും. വെരി ഗുഡ്, താങ്ക് യു, ടേക്ക് കെയർ.